യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നും ധ്യാനിക്കുന്ന വചനഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം. ആ വചനം വായിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ മൾട്ടിമീഡിയ പഠിച്ചപ്പോൾ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ എഡിറ്റിങ്ങും ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പഠിപ്പിച്ച മാഷ് പറഞ്ഞു, ആംബിയൻസ് എത്രമാത്രം നല്ലതാണോ, എത്രമാത്രം സെലക്റ്റീവാണോ, അത്രമാത്രം പിക്ചർ നന്നായിരിക്കുന്നു. പറയാൻ കാര്യം എന്താ അറിയാമോ? പുറപ്പാടിൻ്റെ ദിവസം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ മോശ ദൈവജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുക. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഈ ജനത്തെ പിഹാഹിരോത്ത് എന്ന സ്ഥലത്ത് പാളയമടിച്ച് അവിടെ കൂടാൻ പറഞ്ഞു. അതുപോലെ മോശ ചെയ്തിട്ടോ. ആ സമയത്താണ് ദൈവജനത്തെ ആരാധിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ മോശ അനുവദിച്ചു. പിന്നീട് അവർക്ക് ചിന്ത കടന്നു വന്നു, ഈ അടിമകളെല്ലാം പോയാൽ ഭയങ്കര അപകടമാകും. രണ്ടാമതൊരു ചിന്ത വന്നപ്പോൾ അവർ എല്ലാവരും ശക്തരായ എല്ലാവരും കൂടി തിരിച്ചു പിടിക്കാൻ വേണ്ടി തിരിച്ചവരെ അടിമകളാക്കി ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുതിരപ്പുറത്ത് വരിക. ദൈവജനം കണ്ടു, അവർക്ക് ഭയങ്കര ഭയമായി. പിന്നിൽ ഫറവോൻ്റെ സൈന്യം, മുന്നിലോ പ്രത്യേക സ്ഥലത്ത് ദൈവമാക്കി പിഹാഹിരോത്ത് എന്ന സ്ഥലം. അപ്പുറം കടൽ നടുക്കായി. നിങ്ങൾ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. ആ സമയത്ത് ദൈവജനം മോശയ്ക്കകത്ത് പിറുപിറുത്തു, നീ എന്തിനാ പണി കാണിച്ചത്? ഞങ്ങളാ മരുഭൂമിയിൽ ഇപ്പം ആയിരിക്കുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തായപ്പോൾ നല്ല ചോറ് കിട്ടും, എന്തെല്ലാം കിട്ടുമായിരുന്നു. നിങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട്. തമ്പുരാൻ കൊണ്ടുവന്നതാ. തമ്പുരാൻ്റെ പ്രത്യേക ഒരു പദ്ധതിയായിരുന്നു ഈ പിഹാഹിരോത്ത് എന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ. പ്രിയമുള്ളവർ, ഇതാണ് അച്ഛൻ പറഞ്ഞത്. കടൽ, ഫറവോൻ്റെ സൈന്യം, അവിടെ ഒരവസ്ഥയിൽ അവർ ഭയപ്പെടുന്നു. ആ ഒരവസ്ഥയിൽ അവർക്ക് ചിന്ത കടന്നു വരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല, ഞങ്ങളുടെ ബുദ്ധിക്ക് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ ദൈവത്തേക്ക് കരങ്ങൾ ഉയർത്താൻ മോശയെ നിർബന്ധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഇടപെടുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ്. നശിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവം തന്നെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഈ പിഹാഹിരോത്ത് എന്ന സ്ഥലത്ത് പാളയമടിക്കാൻ പറഞ്ഞത്. അവർ കരഞ്ഞു. കരച്ചലുത്തരമാർ ദൈവം ഇടപെട്ടു. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മളെയും പരീക്ഷിക്കുമ്പോൾ ഭയം വേണ്ട, ശക്തിപ്പെടുത്തുവാൻ, നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി എന്ന ബോധ്യം മറക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം അവസ്ഥ വരുമ്പോൾ ധൈര്യം അവലംബിച്ചുകൊണ്ട് ധൈര്യമായി മുന്നേറാനുള്ള കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമേ പരിണമിക്കുകയുള്ളൂ, മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ കൊണ്ടുപോകും. ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ പതറണ്ട, ഭയപ്പെടേണ്ട, മറിച്ച് ദൈവം നമ്മെ കാത്തുകൊള്ളും, വിശുദ്ധീകരിച്ചുകൊള്ളും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സർവ്വനിയോഗങ്ങൾ താരേക്ക് സമർപ്പിക്കാൻ വേണ്ടി ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ച് ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.